മിസ്രൈമിൻ്റെ ബന്ധനത്തിൽ നിന്ന് ഇസ്രായേൽ ജനങ്ങളെ ദൈവം വിടുവിച്ചതുപോലെ പുറപ്പാട് പുസ്തകത്തിലൂടെ പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് നമ്മളെ മനുഷ്യ സമൂഹത്തെ വിടുവിക്കുവാനായിട്ടുള്ളതായ മർമ്മങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് മറക്കാതെ കാണുക ഹോപ്പ് ചാനലിലൂടെ. പുറപ്പാട് പുസ്തകത്തെ അടിസ്ഥാനമാക്കിയുള്ള വേദപഠനത്തിലേക്ക് മാന്യ പ്രേക്ഷകർ ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഈ വേദപഠനത്തിൽ നമ്മളോടൊപ്പം ചേരുവാനായിട്ട് പ്രത്യേകിച്ച് പാസ്റ്റർ രാജു ജോസഫ്, പാസ്റ്റർ മഹേഷ് മണി അവർ നമ്മുടെ മധ്യയിൽ കടന്നു വന്നിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. നമസ്കാരം. ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് പഠിക്കുവാനുള്ളതായ വേദപഠനം, അതിൻ്റെ ഒന്നാമത്തെ പാഠത്തിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ മോശയുടെ ജനനവും അതിൻ്റെ പിന്നണിയും എന്നുള്ളതായ ഒരു ഭാഗമാണ്. ഇതിൻ്റെ ഒന്നാമത്തെ ഇത് നാം കാണുമ്പോൾ പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 23 മുതൽ 25 വരെയുള്ളതായ വേദഭാഗത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുവാനായിട്ട് സാധിക്കുമോ? പുറപ്പാട് പുസ്തകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. മോശയെ ദൈവം വിളിച്ച് വേർതിരിക്കുന്ന ഒരു അവസ്ഥ. മോശ എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് നമുക്ക് അറിയുവാനായിട്ട് സാധ്യമാകും. മോശ താനായിരുന്ന ഇടത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വാങ്ങിപ്പോകുവാനുണ്ടായതായ കാര്യങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ മുൻപോട്ട് പഠിക്കുവാൻ പോവുകയാണ്. എന്നാൽ താൻ ഇപ്പോൾ ആയിരിക്കുന്ന ഇടത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുകയും ദൈവിക സാന്നിധ്യത്തിൽ മോശ ആയിരിക്കുന്നത് കൊണ്ട് മോശ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ ഒരു വിളി കേൾക്കും. ആ വിളി എന്താകുന്നു എന്ന് മനസ്സിലാകുക, അല്ലെങ്കിൽ ആ വിളിക്ക് മുൻപായിട്ട് തന്നെ മോശ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. ആ കാഴ്ചയെന്ന് പറയുന്നത് ഒരു വൃക്ഷം ഇങ്ങനെ കത്തുന്നതായിട്ട് കാണുകയുണ്ടായി. ആ വൃക്ഷം കത്തുന്നതിന് വൃക്ഷമാണോ മുൾപ്പടർപ്പ് എന്ന് നമുക്ക് പ്രതിപാദിക്കുവാനായിട്ട് കഴിയും. ആ മുൾപ്പടർപ്പ് കത്തുന്നത് കണ്ടപ്പോഴത്തേന് താൻ ഇതിനു മുൻപ് പല സമയങ്ങളിലും ആ ദേശത്ത് വന്നിട്ടുണ്ടെങ്കിലും അന്ന് വരെയും ദർശിക്കാത്ത ഒരു ദർശനമായിരുന്നു അത്. ഈ പുറപ്പാട് പുസ്തകത്തിൻ്റെ ആഗമന ഉദ്ദേശം, ഈ പുസ്തകത്തിൽ മൊത്തത്തിൻ്റെ അതിൻ്റെ ലക്ഷ്യം, അതിന് മൊത്തത്തിലുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ജനത്തെ വിളിച്ച് വേർതിരിക്കുവാൻ ദൈവം നിയോഗിക്കുവാൻ പോകുന്നതിന് മുൻപോടിയായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പ്രതിപാദിച്ചത്. എന്നാൽ ഒരു ജനത്തെ അവരുടെ കഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ വിളിക്കനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ളതായ ഒരു ആരംഭം. അതായത് മിസ്രൈമിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് ദൈവം ആ ഇസ്രായേൽ ജനങ്ങളെ വിടുവിച്ച് കൊണ്ടുപോകുന്നതിൻ്റെ ഒരു ഉള്ളടക്കമാണ് പുറപ്പാട് നാം കാണുന്നത്. അപ്പോൾ പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ളതായ ഭാഗത്തിൽ അത് എന്താണ് വിവരിക്കുന്നതെന്ന് പാസ്റ്റർ മഹേഷ് പറയാൻ സാധിക്കുമോ? പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 7 വരെയുള്ള ഭാഗങ്ങളിൽ ഇസ്രായേൽ ജനം എപ്രകാരമായിരുന്നു മിസ്രൈം ദേശത്ത് എന്നതിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവരുടെ കഷ്ടപ്പാടുകൾ. അതായത് ജോസഫിൻ്റെ സമയത്ത് ഇസ്രായേൽ ജനം മിസ്രൈം ദേശത്ത് കടന്നു വന്നുവെങ്കിലും അവിടെ ദൈവത്തിൻ്റെ വചനം എടുത്തു പറയുന്നതായിട്ടുള്ളൊരു കാര്യം, ജോസഫിനെ അറിയാത്തതായിട്ടുള്ള ഒരു ഫറവോൻ അവിടെ ആവിർഗമിച്ചതിൻ്റെ ഫലമായിട്ട് നേതൃത്വം മാറി വന്നതിൻ്റെ ഫലമായിട്ട് ഇസ്രായേൽ ജനങ്ങൾക്കുണ്ടാകുന്നതായിട്ടുള്ള വലിയ പീഡന പറയുന്നത്, അവർ പെരുകി ശത്രു സൈന്യത്തോട് ചേർന്ന് നമ്മളോട് യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നഷ്ടപ്പെട്ടു പോകുവാൻ സാധ്യതയുണ്ട്, നമ്മുടെ ദേശം തകർന്നു പോകുവാൻ സാധ്യതയുണ്ട്, നമ്മുടെ ദേശത്തെ ഒരു പിടിച്ചടക്കും എന്നുള്ളതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് ഇവരെങ്ങനെയും കഷ്ടപ്പെടുത്താം എന്ന് ഫറവോൻ ചിന്തിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് 1 മുതൽ 7 വരെയുള്ള ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ പുറപ്പാടെന്നുള്ളതായ ഈ വാക്കിൻ്റെ അതിൻ്റെ അർത്ഥം എന്താണെന്നൊന്നും, അഭിപ്രായ അർത്ഥം അല്ലെങ്കിൽ വാക്ക് എന്താണെന്ന് പറയാൻ പറ്റുമോ? അതിനെക്കുറിച്ച് വിവരിക്കാവോ? പുറപ്പാട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കാണുവാൻ സാധ്യമാകും. അതിൻ്റെ ഒരു ഹീബ്രു അർത്ഥമെന്ന് പറയുന്നത് ഷിമോത്ത് എന്ന് പറയുന്നതെന്ന് പറയാൻ വേർതിരിക്കുക, വിളിച്ച് വേർതിരിക്കുക, അല്ലെങ്കിൽ നയിക്കപ്പെടുക. അത് ഒരു പറ്റം ജനത്തെയാണ്, അല്ലാതെ 1-2 ആളുകൾ പോകുന്നതായിട്ടല്ല. ഒരു പറ്റം ജനത്തെ ഒന്നിച്ച് കൂട്ടിക്കൊണ്ട് പോകുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ഈ ഷിമോത്ത് എന്ന് പറയുന്നതിന് ഒരു വേറെ പേരുകളെന്നുള്ള ഒരു അർത്ഥവും കൂടി ഉണ്ടോ? ഷിമോത്തിന് നമുക്ക് പറയുവാനായിട്ട് സാധ്യമാണെങ്കിൽ ദൈവത്തിൻ്റെ ജനത്തെ വിളിച്ച് വേർതിരിക്കുക എന്നുകൂടി നമുക്ക് പറയുവാനായിട്ട് സാധ്യമാകും. ദൈവത്താൽ നയിക്കപ്പെടുന്ന ഒരനുഭവം ഉണ്ടാകുക, ദൈവം അവർക്ക് മുന്നിട്ട് നിൽക്കുന്നതായ അല്ലെങ്കിൽ ദൈവികമാകുന്നതായ നടത്തിപ്പിൽ കൂടി അവർ യാത്ര പുറപ്പെടുക എന്നുള്ളതാണ്. അതിനൊരു നേതൃത്വ നിരയെ ദൈവം വിളിച്ച് വേർതിരിക്കുന്നു. അതാണ് നമ്മൾ കാണുന്നത്. മോശ എന്ന് പറയുന്ന വ്യക്തിത്വത്തെയും അഹരോനെയും ദൈവം വിളിച്ച് അവരിൽ കൂടി നേതൃത്വം നൽകിക്കൊണ്ട് ദൈവത്തിൻ്റെ ആ നിർദ്ദേശപ്രകാരം മുൻപോട്ട് പോകുക എന്നുള്ളതാണ്. കൂടുതലായിട്ട് പുറപ്പാടിൻ്റെ ആ സാഹചര്യങ്ങളെക്കുറിച്ചൊന്ന് വിവരിക്കാൻ പറ്റുമോ? പുറപ്പാട് പുസ്തകത്തിൻ്റെ സാഹചര്യത്തെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ
ദൈവം ദൈവം അബ്രഹാമിന് വാഗ്ദത്തം നൽകുന്നു. അബ്രഹാമിൻ്റെ തലമുറ സ്വന്തമല്ലാത്ത ദേശത്ത് 430 വർഷക്കാലം പരദേശവാസം ചെയ്യുമെന്ന് സ്വർഗത്തിലെ ദൈവം അബ്രഹാമിന് വെളിപ്പെടുത്തി കൊടുക്കുന്നു. അബ്രഹാമിൻ്റെ സന്തതി പരമ്പരകൾ മിസ്രൈം ദേശത്ത് തിരുവചനം പറയുന്ന പ്രകാരം തന്നെ അവർ പരദേശവാസം ചെയ്തുകൊണ്ടിരിക്കുകയും എന്നാൽ അവരുടെ കഷ്ടപ്പാടിൻ്റേതായിട്ടുള്ള ഒരു അനുഭവത്തിലേക്ക് പോകുന്ന വേളയിൽ സ്വർഗത്തിലെ ദൈവം മോശ പ്രവാചകനെ ഒരുക്കി അവരെ മിസ്രൈം ദേശത്തു നിന്നും ദൈവത്തിൻ്റെ വാക്തത്വ നിവർത്തീകരണം, പ്രവചന നിവർത്തീകരണം എന്ന വണ്ണം അവരെ വാക്തത്വ കനാൻ ദേശത്തേക്ക് കൊണ്ടുപോകുന്നതാണ് ഈ പുറപ്പാട് പുസ്തകത്തിൻ്റെ പശ്ചാത്തലമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇവിടെ ഈ പുറപ്പാട് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ മിസ്രൈമിലേക്ക് കാനാൻ ദേശത്തു നിന്നാണ് ഈ ജനങ്ങളവിടെ കടന്നു ചെല്ലുന്നത്, എബ്രായ ജനങ്ങൾ. അപ്പോൾ അവിടെ പ്രത്യേകിച്ച് യോസേഫിന് അവിടെ ആ രാജ്യത്ത് വിജയിക്കുവാനുള്ള അനുകൂലമായ കാര്യങ്ങളെക്കുറിച്ച് പറയാൻ പറ്റുമോ? ജോസഫിന് വിജയം പ്രാപിപ്പാൻ തക്കവണ്ണ കാര്യമെന്ന് പറയുന്നത് ദൈവത്തെ സാന്നിധ്യത്തിൽ, ദൈവത്തിൻ്റെ നടത്തിപ്പിൽ കൂടിയുള്ള ഒരു വ്യക്തിയായിരുന്നു ജോസഫ്. ജോസഫിൻ്റെ ചെറുപ്പകാലം മുതൽ നമ്മൾ നോക്കിയാൽ തൻ്റെ ഭവനത്തിലായിരുന്നപ്പോൾ തൻ്റെ സഹോദരന്മാരോടൊപ്പമായിരുന്ന സമയങ്ങളിലൊക്കെയും ദൈവികമാകുന്ന ഒരു നടത്തിപ്പുള്ള ഒരു ബാലനായിരുന്നു. അവന് അന്ന് സ്വപ്നം കാണുമായിരുന്നു. അന്ന് അവൻ്റെ ചിന്താഗതികൾക്കൊക്കെയും മറ്റുള്ള സഹോദരന്മാരിൽ നിന്നും വിഭിന്നമായിട്ടുള്ള ഒരു അവസ്ഥാവിശേഷമായിരുന്നു. അതുകൊണ്ട് നമുക്ക് വളരെ കൃത്യമായിട്ട് പറയുവാൻ കഴിയും, ജോസഫിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ എല്ലാ പ്രവൃത്തികളും ദൈവഹിതത്തിനും ദൈവിക ഇച്ഛയ്ക്ക് അനുസരിച്ചായിരുന്നു. നമ്മൾ നോക്കുമ്പോഴത്തേന് ഇവിടെ യോസേഫ് ദൈവത്തോട് അടുത്ത് ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു. അതിനെക്കുറിച്ച് കുറച്ചും കൂടെ കൂടുതലായിട്ട് പറയാൻ പറ്റുമോ? കാരണം ജോസഫ് ദൈവത്തോട് കൂടുതൽ അടുത്ത് ജീവിച്ചത് കൊണ്ടാണല്ലോ ദൈവിക സാന്നിധ്യം താൻ പോയി എടുത്തു, അഥവാ തന്നെ വിൽക്കുവാനായിട്ട് തൻ്റെ സഹോദരന്മാർ എടുത്ത തീരുമാനം. അതിനുശേഷം താൻ ഫറവോൻ്റെ അല്ലെങ്കിൽ അവിടെ നിന്ന് പോത്തിഫറിൻ്റെ ഭവനത്തിലെത്തിച്ചേരുന്നു, അഥവാ മിസ്രൈം രാജ്യത്തിലെത്തിച്ചേരുന്നു. അവിടെയും താൻ ദൈവത്തിന് ഒരു വലിയ സാക്ഷ്യമുള്ളവനായി തന്നെ നിൽക്കുന്നത് കൊണ്ടാണ് താൻ പ്രതികൂല സാഹചര്യത്തെയൊക്കെയും അതിജീവിച്ചതായി നമുക്ക് കാണുവാൻ കഴിയുന്നത്. യോസേഫിനെ കുറിച്ചും നമ്മൾ പുറപ്പാടിനെ കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നാം തിരിച്ചെത്തുന്നതായിരിക്കും. മാന്യ പ്രേക്ഷകരെ, ആരും എങ്ങും പോകരുത്. പുറപ്പാടിൻ്റെ അതിലുള്ളതായ മർമ്മങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുകയാണ്. ഞങ്ങളിതാ തിരികെ വേഗം എത്തുന്നു. മോശയുടെ ജനനവും അതിൻ്റെ പിന്നണിയും എന്നുള്ളതായ പുറപ്പാട് പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വേദപഠനത്തിലേക്ക് മാന്യപ്രേക്ഷകർ ഏവർക്കും വീണ്ടും സ്വാഗതം. ഇവിടെ നമ്മൾ യോസെഫിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. യോസെഫ് ദൈവത്തോട് അടുത്ത് അധിവസിക്കുന്ന ഒരാളായിരുന്നു. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാൻ പറ്റുമോ? ജോസഫിൻ്റെ ജീവിതം തന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതിപാദിക്കുമ്പോൾ ഓർത്തിരിക്കേണ്ടത്, ജോസഫ് ദൈവവുമായിട്ടുള്ള ബന്ധം തൻ്റെ ചെറുപ്രായത്തിൽ ഉണ്ടായിരുന്നു എന്ന് ഞാൻ ആദ്യമേ പറയുകയുണ്ടായി. അതുകൊണ്ടാണ് തൻ്റെ സ്വപ്നം കാണുന്നത്. തൻ്റെ സഹോദരന്മാർ കറ്റ മുഖാന്തരമുള്ളതായ ആ സ്വപ്നത്തിൽ കൂടിയൊക്കെയും വിവരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഫറവോൻ്റെ സന്നിധിയിലായി തീർന്നപ്പോൾ ജോസഫ് അവിടെയും ഒരു പ്രവാചകനെ പോലെയാണ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. പറയുകയാണെങ്കിൽ യോസേഫ് സത്യസന്ധനായിരുന്നു, വിശ്വസ്തനായിരുന്നു. തൻ്റെ എല്ലാ കാര്യങ്ങളിലും ദൈവത്തെ മുൻനിർത്തിക്കൊണ്ട് സകല കാര്യങ്ങളും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. തീർച്ചയായിട്ടും ഒരു ദൈവഭക്തനെന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ മനസ്സിലാക്കണം, ദൈവികമാകുന്നതായ അനുഭവത്തിൽ ജീവിക്കണമെങ്കിൽ അവന് ദൈവികമാകുന്ന ചിന്തകളും പ്രവൃത്തികളും ഉണ്ടായിരിക്കണം. അത് ദൈവകൽപ്പനയ്ക്കും ദൈവിക നിയമങ്ങൾക്കും അനുസൃതമായിട്ടുള്ളൊരു ജീവിതം നയിക്കുന്ന വ്യക്തിയായിരിക്കണം. ഉൽപ്പത്തി 37:26 അതിനുള്ള തുടങ്ങിയുള്ള വാക്യങ്ങളിൽ അവിടെ എന്താണ് പറയുന്നതെന്ന് വിവരിക്കാൻ പറ്റുമോ? അവിടെ ജോസഫിൻ്റെ കാര്യാദികൾ അല്ലെങ്കിൽ ജോസഫ് സ്വന്തം ദേശത്തു നിന്നും വന്നതായിട്ടുള്ള വേളയിൽ നമുക്കെല്ലാവർക്കും അറിയാം, അബ്രഹാം കഴിഞ്ഞ് ഇസഹാക്ക് കഴിഞ്ഞ് യാക്കോബിന് ജനിക്കുന്നതായിട്ടുള്ള മകനാണ് ജോസഫ്. ജോസഫിന് 11 സഹോദരന്മാരുണ്ടായിരുന്നു. എന്നാൽ ഈ സഹോദരന്മാർ ജോസഫ് ദൈവത്തോട് ദൈവഹിതപ്രകാരം ജീവിച്ചതിൻ്റെ ഫലമായിട്ട് ഈ സഹോദരന്മാർക്ക് ജോസഫിനോട് അസൂയ തോന്നുന്നു. കാരണം അവിടെ സഹോദരന്മാർ എടുത്തു പറയുന്നതായിട്ടുള്ളൊരു കാര്യമുണ്ട്, ജോസഫ് സ്വപ്നക്കാരൻ അല്ലെങ്കിൽ ദൈവം ദർശനങ്ങളെ ജോസഫിന് നൽകിയിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. അവിടെ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ നോക്കുമ്പോൾ യോസെഫിൻ്റെ കാലഘട്ടം, അതിനുശേഷം ഒരു ഭയങ്കരമായ ഒരു അടിമത്വം, ഭയങ്കര പ്രയാസം, അങ്ങനെ
മോശയുടെ ആയ ഒരു ജനനത്തിൻ്റെ കാലഘട്ടം, അപ്പോൾ സൂതികർമ്മിണികളുടെ അവരുടെയായ ഒരു പങ്ക് അത് അതിനെക്കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? സൂതികർമ്മിണിയുടെ പങ്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഫറവോൻ ഇവിടെ ആജ്ഞ പുറപ്പെടുവിച്ചിരിക്കുന്നു. കാരണം ഫറവോൻ മുന്നമേ ചിന്തിക്കുകയാണ്, ഇസ്രായേൽ ജനങ്ങൾ പെറ്റുപെരുകി സന്താന പുഷ്ടിയുള്ളവരായി ഇങ്ങനെ വളരുകയാണ് എങ്കിൽ, അവർ ശത്രു സൈന്യത്തോട് ചേർന്ന് ഇവരെ ആക്രമിക്കുകയാണ് എങ്കിൽ ഇവർ നശിച്ചു പോകും, നഷ്ടപ്പെട്ടു പോകും, മിസ്രൈം ദേശം തന്നെ ഒരുപക്ഷെ തീർന്നു പോകും എന്ന് ഫറവോൻ ചിന്തിച്ച് ഫറവോൻ മുൻകരുതലുകൾ എടുക്കുകയാണ്. ആ മിസ്രൈം ദേശത്തുള്ളതായിട്ടുള്ള ആണുങ്ങളൊക്കെയും മരിക്കുകയാണ് എങ്കിൽ അവിടെ ഒരു നാശത്തിൻ്റെതായിട്ടുള്ള അനുഭവം ഇസ്രായേൽ ജനങ്ങൾക്കുണ്ടാകും. മിസ്രൈം ദേശത്തുള്ള എബ്രായ കുടുംബങ്ങളിലുള്ള ആൺകുഞ്ഞുങ്ങൾ മരിക്കുകയാണ് എങ്കിൽ അവർക്കൊരു നാശമുണ്ടാകുമെന്ന് ഫറവോൻ ചിന്തിച്ചുകൊണ്ടാണ് ഫറവോൻ വലിയ ഒരു വിപ്ലവമോ കൊലപാതകമോ ചെയ്യുന്നതിന് പകരം ഇങ്ങനെ ഒരു തന്ത്രം സ്വീകരിക്കുന്നത്. ജനിക്കുന്നത് ആൺകുഞ്ഞുങ്ങളാണ് എങ്കിൽ അവരെ കൊന്നുകളയുക. അതിനുവേണ്ടി 2 സൂതകർമ്മിണികളെ ആക്കുന്നു. ശിപ്പ എന്നും പൂവ എന്നും പേരുള്ള 2 സൂതകർമ്മിണികളെ ആക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ഹിതം അല്ലെങ്കിൽ ദൈവ ഇഷ്ടം അവരോട് കൂടെ ഇരുന്നത് കൊണ്ട് അവർ ഈ ആൺകുഞ്ഞുങ്ങളെ കൊല്ലുന്നില്ല, പകരം അവർ ആൺകുഞ്ഞുങ്ങളെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇത് മനസ്സിലാക്കിയ ഫറവോൻ ഈ സൂതകർമ്മിണികളോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത്? ആൺകുഞ്ഞുങ്ങൾ ജനിക്കുകയാണ് എങ്കിൽ അവരെ കൊന്നുകളയണമെന്നല്ലേ പറഞ്ഞത് എന്ന്. അപ്പോൾ അവർ പറയുന്നതായിട്ടുള്ളൊരു കാര്യമുണ്ട്, എബ്രായ സ്ത്രീകളെന്ന് പറയുന്നത് മിസ്രൈമ്യ സ്ത്രീകളെ പോലെയല്ല, അവർ വളരെ തിറവുള്ളതായിട്ടുള്ള സ്ത്രീകളാണ്. നമ്മൾ അവരുടെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ തന്നെ അവർ പ്രസവിച്ച് കഴിഞ്ഞിട്ടുണ്ടാകും, അതുകൊണ്ട് നമുക്ക് അവരെ കൊല്ലുവാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നു. അതിനുശേഷം ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഈ സൂതകർമ്മിണികളെ ദൈവം ഏറ്റവും അധികം അനുഗ്രഹിച്ചു എന്നും അവരുടെ തലമുറയും വളരെ ബലപ്പെട്ടിരുന്നു എന്നുമാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇപ്പം പുറപ്പാട് 1:9 മുതലുള്ള താഴെയുള്ളതായ വാക്യങ്ങളിൽ അവിടെ എന്താണ് പറയുന്നത്? ആ വാക്യങ്ങളെ നമ്മൾ ഒന്ന് പ്രതിപാദിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണുവാൻ സാധ്യമാകുന്നത്, ഇസ്രായേൽ ജനം ഒക്കെയും ബാഹുല്യം ശക്തിമായുള്ളതാകുന്നു. അവർ പെരുകിയിട്ട് ഒരു യുദ്ധമുണ്ടായാൽ ഒരു പക്ഷേ ശത്രുക്കളോട് ചേർന്ന് നമ്മളോട് പൊരുതി ഈ രാജ്യം വിട്ടുപോയി പോകുമോ എന്നുള്ളതായ ഭയത്തിലാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ആദ്യം പ്രതിപാദിച്ചതുപോലെ ആദ്യം എടുത്തൊരു തീരുമാനം എന്താണ്? സംഹാരം. അതായത് ആദ്യജാതനെ സംഹരിക്കുകയാണ് എങ്കിൽ തലമുറകളിൽ അംഗങ്ങളുടെ എണ്ണം കുറവാകുന്ന ഒരവസ്ഥയുണ്ടാകുമെന്നൊക്കെ അവർ മനസ്സിലാക്കി. അത് പ്രാബല്യത്തിൽ വരുത്തുവാൻ കഴിയുകയില്ല എന്ന് കണ്ടപ്പോഴത്തേന് അവർ പിന്നെ ചിന്തിച്ചൊരു കാര്യമെന്ന് പറഞ്ഞാൽ, ഈ രാജ്യം അവർ പിടിച്ചടക്കുവാനായിട്ട് ഒരു സംഗതി വന്നു പോയാൽ എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചുകൊണ്ട് അവർ അടുത്തതായ അടുത്ത ഒരു നിലപാടുകളെന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, പൂർണ്ണമായിട്ടും സംഹാരം നടത്തുക എന്നുള്ളതാണ്, കൊല ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഈ ജനം ഇനി പെരുകുവാൻ പാടില്ല. അവർ ദൈവത്തിൻ്റെ ആളുകളാണ് എന്നവർക്ക് കൃത്യമായിട്ടും അറിയാം. ദൈവം അവരിൽ കൂടി പ്രവർത്തിക്കുമെന്നും അവർക്കറിയാം. എന്നാൽ അവർ വിചാരിച്ചത് ഇനി ഈ ജനതയെ നിലനിർത്തിക്കൊണ്ട് വളരുവാൻ സമ്മതിക്കരുത് എന്നുള്ള ഒരു നിലപാട്. ഇവിടെ ഈ മോശയുടെ ആ ജനനത്തെക്കുറിച്ച് കൂടുതലായിട്ട് സാറിന് വിവരിക്കാൻ പറ്റുമോ? ഈ മോശയുടെ ജനനം, അതായത് അവിടെ 2-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഒരു ലേവ്യ പുരുഷൻ ഒരു ലേവ്യ സ്ത്രീയെ വിവാഹം കഴിച്ച് അതിൽ ഒരു ആൺകുഞ്ഞു ജനിക്കുന്നു. അവൻ കോമളത്വമുള്ളവൻ സൗന്ദര്യമുള്ളവൻ എന്ന് കണ്ടിട്ട് 3 മാസം അവർ ഒളിപ്പിച്ചു വയ്ക്കുന്നു എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അപ്പോൾ ഈ മോശയുടെ ജനനം ഉണ്ടാകുന്ന സമയത്ത് നിലനിൽക്കുന്ന വലിയ ഒരു നിയമമാണ് ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെയൊക്കെയും നൈൽ നദിയിൽ എറിഞ്ഞു കൊല്ലുക എന്നുള്ളത്. എന്നാൽ മോശ ജനിക്കുന്ന സമയത്ത് മാതാപിതാക്കൾ മോശയെ ഒളിപ്പിച്ചു വയ്ക്കുന്ന, സാധാരണ ഒരു ആൺകുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നൈൽ നദിയിൽ എറിഞ്ഞ് കൊല്ലുക. ചിന്തിച്ച് നോക്കുക, ഒരമ്മ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത് വളരെ വേദനയോടുകൂടിയാണ്. ലോകത്ത് ഏറ്റവും കഷ്ടമുള്ള വേദന എന്ന് പറയുന്നത് പ്രസവ വേദന എന്നാണ് പറയുന്നത്. അങ്ങനെ ജനിക്കുന്നത് ഒരു കുഞ്ഞ്, ഇത്രയും വേദനയോടെ ഒരു കുഞ്ഞിന് ജനനം കൊടുക്കുന്നു. ആ കുഞ്ഞ് ജനിക്കുന്നത് ആൺകുഞ്ഞാണ്. അതിൻ്റെ മുഖം കാണുന്ന സമയത്ത് തന്നെ അതിലേറെ ഹൃദയവേദനയോടുകൂടി ഈ അമ്മ ആ കുഞ്ഞിനെ നൈൽ നദിയിൽ എറിഞ്ഞു കൊല്ലണം എന്നുള്ള നിയമം നിലനിൽക്കുന്ന സമയത്താണ് മോശ ജനിക്കുന്നതും മോശയെ അവർ ഒളിപ്പിച്ചു വയ്ക്കുന്നതും. അതിനുശേഷം
3 മാസം മോശയെ ഒളിപ്പിച്ചു വയ്ക്കുന്നു. അതിനുശേഷം മോശയെ ഒളിപ്പിക്കുവാൻ സാധിക്കുകയില്ല എന്ന് കാണുന്ന സമയത്ത് അവരൊരു ഞാങ്ങണ പെട്ടിയിലാക്കി മോശയെ നൈൽ നദിയിലേക്ക് ഒഴുക്കി വിടുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ആ മോശയുടെ ആ ജനനത്തെക്കുറിച്ച് കുറച്ചും കൂടെ ഇത് പറയാം. ആരാണ് ആ കുഞ്ഞിനെ വളർത്തുന്നതും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച്? അത് മോശയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പാസ്റ്റർ പറഞ്ഞ് നിർത്തിയെടുത്ത് നമ്മൾ തുടങ്ങുകയാണ് എങ്കിൽ, ഫറവോൻ്റെ സഹോദരി നൈൽ നദിയിൽ കുളിക്കുവാൻ വരുന്നതായ സമയത്ത് ഈ ഞാങ്ങണപ്പെട്ടി കാണുകയും തൻ്റെ തോഴിമാരോട് ആ പെട്ടി എടുത്തുകൊണ്ട് വരുവാൻ പറയുകയും അത് തുറന്നു നോക്കുന്ന സമയത്ത് കോമളത്വമുള്ളതായ ഒരു പൈതലിനെ കാണുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ മോശയുടെ സഹോദരി, വേദപുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നു, മോശയുടെ സഹോദരി തന്നെ ഈ കുട്ടിയെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോകുന്നുണ്ടോ എന്ന് ഒളിഞ്ഞു നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. ആ കുട്ടി കടന്നു വന്നിട്ട് പറയുകയാണ്, ഈ ബാലയ്ക്ക് മുലപ്പാൽ നൽകുവാൻ തക്കവണ്ണം പ്രാപ്തയായ ഒരു സ്ത്രീയെ നിങ്ങളുടെ അരികിൽ ഞാൻ കൊണ്ടുതരാം എന്ന് പറയുകയും. നല്ലൊരു ചർച്ചയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം ഈ ചർച്ച നമ്മൾ തുടരുന്നതായിരിക്കും. മാന്യ പ്രേക്ഷകരെ, ആരുമെങ്ങും പോകരുത്. നല്ല രസകരമായ ഒരു ചർച്ചയാണ്. ഇതാ ഞങ്ങൾ വീണ്ടും തിരികെ എത്തുന്നു. മോശയുടെ ജനനവും അതിൻ്റെ പിന്നണിയും എന്നുള്ളതായ വേദപഠനത്തിലേക്ക് മാന്യ പ്രേക്ഷകർ ഏവർക്കും സ്വാഗതം. ഇവിടെ നമ്മൾ മോശയുടെ ജനനത്തെക്കുറിച്ചും മോശയെ നൈൽ നദിയിലേക്ക് ഒഴുക്കി വിട്ടതും തൻ്റെ സഹോദരി മിറിയം അവിടെ വരുന്നതിനെക്കുറിച്ചൊക്കെ പറയുകയുണ്ടായി. അതിനെക്കുറിച്ച് തുടർന്ന് പറയാൻ പറ്റുമോ? തുടർന്ന് നമുക്ക് കാണുവാൻ സാധ്യമാകുന്നത്, ആ സഹോദരിയുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ സ്വന്തം മാതാവിനെ തന്നെ ഈ പൈതലിനെ ഏൽപ്പിക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ടായി. അങ്ങനെ മോശ തൻ്റെ സ്വന്തം ഭവനത്തിലേക്ക് തന്നെയാണ് മടങ്ങിച്ചെല്ലുകയും രാജാവിൻ്റെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഭരണാധികാരിയുടെ സംരക്ഷണയിൽ തന്നെ വളരുവാനിടയായിത്തീരുകയും ചെയ്യും. ഏതാണ്ട് 12 വയസ്സോളം സ്വന്തം ഭവനത്തിൽ വളർന്നതായ മോശ, തൻ്റെ അമ്മയാൽ സംരക്ഷിക്കപ്പെട്ടതായ മോശ വീണ്ടും ഫറവോൻ്റെ കൊട്ടാരത്തിലേക്ക് വരുവാനായിട്ടിടയായിത്തീരും. അവിടെ വരുന്നതായ മോശയ്ക്ക് രാജകീയമാകുന്നതായ എല്ലാ സാഹചര്യങ്ങളും, ഒരു രാജപുത്രൻ എന്ന നിലയിൽ വളർന്നു വരുവാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് ഫറവോൻ്റെ കൊട്ടാരത്തിൽ വളരുന്ന മോശയാണ് നമുക്ക് പിന്നീട് കാണുവാൻ സാധ്യമായി തീരുന്നത്. അത് വളരെ നല്ലതാണ്. നമ്മൾ ഇവിടെ മോശ അവിടെ ആ ഫറവോൻ്റെ കൊട്ടാരത്തിൽ വളരുമ്പോൾ മോശയ്ക്ക് ലഭിച്ച വിദ്യാഭ്യാസത്തെക്കുറിച്ച് അതിനെക്കുറിച്ച് വർഷം പറയാൻ പറ്റുമോ? മോശയുടെ ഇത് നോക്കുകയാണ് എങ്കിൽ നമ്മളിവിടെ മനസ്സിലാക്കി, മോശ അവിടെ നിന്നും അമ്മയുടെ അടുത്തേക്ക് പോകുന്നു. അതായത് മോശയെ കൊല്ലുവാൻ തീരുമാനിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെ കൊല്ലുവാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്നാൽ മോശയിലൂടെയാണ് ദൈവം രക്ഷാപദ്ധതി ഇസ്രായേൽ ജനങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്നത്. മോശ വേണം ഇസ്രായേൽ ജനങ്ങളെ മിസ്രൈം ദേശത്തേക്ക് കൊണ്ടുപോകാൻ. ആ മോശയെ കൊല്ലുന്നതിന് വേണ്ടി വലിച്ചെറിയുന്നു, അല്ലെങ്കിൽ ഞാങ്ങണപ്പെട്ടതിലാക്കി അവിടെ ആക്കുന്നു. അവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഇങ്ങനെയാണ്, മോശയെ വെള്ളത്തിൽ നിന്നും വലിച്ചെടുത്തത് കൊണ്ട് അവന് മോശ എന്ന് പേരിട്ടു. വെള്ളത്തിൽ നിന്നും വലിച്ചെടുത്ത് ദൈവം സംരക്ഷിച്ചിരിക്കുന്നു ഇസ്രായേൽ ജനങ്ങളെ മിസ്രൈം ദേശത്തേക്ക് കൊണ്ടുപോകാൻ. അപ്പോൾ തീർച്ചയായിട്ടും ഈ മോശയ്ക്ക് മിസ്രൈമിൽ ഒരു രാജകീയമായിട്ടുള്ള വിദ്യാഭ്യാസം മോശയ്ക്ക് ലഭിക്കുന്നു. കാരണം അവിടെ ഫറവോൻ്റെ മകൾ ഏറ്റവും ഇഷ്ടപ്പെട്ടാണ് ഈ കുഞ്ഞിനെ എടുക്കുന്നതും സ്വന്തം അമ്മയുടെ അടുത്ത് തന്നെ വളർത്തുന്നതിന് വേണ്ടി കൊടുക്കുന്നതും. ഇവിടെ നമുക്ക് മറ്റൊരു പ്രതിഭാസം കാണുവാൻ സാധിക്കും. ഫറവോൻ മോശയെ കൊല്ലാൻ ശ്രമിക്കുന്നു. അങ്ങനെ 3 മാസം കഴിഞ്ഞ് മോശയെ വെള്ളത്തിലേക്ക് വലിച്ചെറിയുന്നു. അവിടെ നിന്നും മോശയുടെ പുത്രി രക്ഷിച്ചെടുക്കുന്നു. ഇവിടെ ഫറവോൻ ആജ്ഞ പുറപ്പെടുവിച്ചു. എന്നാൽ ദൈവം ആ ഫറവോൻ്റെ പുത്രിയിൽ കൂടെ തന്നെ ആ മോശയെ രക്ഷിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിൻ്റെ വിചാരങ്ങളല്ല എൻ്റെ വിചാരങ്ങൾ, നിൻ്റെ ചിന്തകളല്ല എൻ്റെ ചിന്തകൾ. ഇവിടെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന അതേ ആളിൽ നിന്നും മോശയ്ക്ക് സംരക്ഷണവും രക്ഷയും ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ സ്വന്തം അമ്മയുടെ അടുത്തേക്ക് തന്നെ മോശയെ അയക്കുന്നു. അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാനുള്ള കാര്യം, ഫറവോൻ്റെ ദേശത്ത് അല്ലെങ്കിൽ രാജകൊട്ടാരത്തിലുള്ള വിദ്യാഭ്യാസം മാത്രം പോരാ മോശയ്ക്ക്. അവിടെ നിന്നും പഠിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ അത് ജഡീകമാണ്, ജാതീയമാണ്. അവിടെ മോശയ്ക്ക് ഇസ്രായേൽ ജനങ്ങളെ നയിക്കുന്നതിന് ആവശ്യമായ ഒരു ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല. എന്നാലും 12 വയസ്സ് വരെ തൻ്റെ അമ്മയിൽ നിന്ന് ഒരു ശിക്ഷണം ലഭിച്ചു എന്നാണോ പറഞ്ഞു വരുന്നത്? അതെ, തീർച്ചയായിട്ടും. അവിടെ അതുവരെയും മോശയെ വളർത്തിയ അമ്മയിൽ നിന്നും മോശയ്ക്ക് വേണ്ടുന്നതായിട്ടുള്ള കാര്യം, സ്വർഗത്തിലെ ദൈവത്തെക്കുറിച്ചും ഒരു യഹൂദൻ അല്ലെങ്കിൽ ഇസ്രായേൽ മകൻ അല്ലെങ്കിൽ ഒരു എബ്രായൻ എങ്ങനെ വളരണമെന്നുള്ളതായിട്ടുള്ള കാര്യങ്ങളൊക്കെയും മോശയ്ക്ക് ലഭിക്കുന്നത് മോശയുടെ മാതാവിൽ നിന്ന് തന്നെയാണ്. അതുപോലെ സഹോദരിയും കൂടെ ഉണ്ട് എന്ന് കാണുവാൻ സാധിക്കും. അതിനുശേഷമാണ്
മറ്റുള്ളതായിട്ടുള്ള വിദ്യാഭ്യാസങ്ങൾ മോശയ്ക്ക് ലഭിക്കുന്നത് ഫറവോന്റെ ആ കൊട്ടാരം? മിസ്രൈമിലുള്ള അവരുടെ അന്ന് ഉണ്ടായിരുന്നതായ എല്ലാ രീതിയിലുള്ളതായ പരിജ്ഞാനവും മോശയ്ക്ക് ഫറവോൻ്റെ അരമനയിൽ നിന്ന് വളരുമ്പോൾ ലഭിച്ചിരുന്നു. അതെല്ലാം പഠിക്കുകയുണ്ടായി. അന്നുണ്ടായിരുന്ന എല്ലാ രീതിയിലുള്ളതായ വിദ്യാഭ്യാസമായ കാര്യങ്ങൾ അല്ലെങ്കിൽ പരിജ്ഞാനം മോശയ്ക്ക് ലഭിച്ചിരുന്നു എന്ന് നാം കാണുന്നു. അതിനോട് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാം? തീർച്ചയായിട്ടും ഒരു രാജാവ്, ഒരു പ്രിൻസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. ഈ ഒരു രാജപുത്രൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ഒരു രാജ്യത്തിൻ്റെ നിയമത്തിന് അനുസൃതമായിട്ടുണ്ടാകും. അപ്പോൾ അതിൻ്റെ അകത്ത് ചിലപ്പോൾ ആയുധാഭ്യാസം ഉണ്ടാകാം, മറ്റ് അവരുടെ കാര്യങ്ങൾ പഠനങ്ങളുണ്ടാകാം. ഈ പഠിക്കുന്ന കാര്യങ്ങളൊക്കെയും ആ രാജ്യത്തിൻ്റെ നിയമങ്ങൾക്കനുസൃതമായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതും പിന്നീടുള്ളതായ സമയത്ത് ഒരു ഭരണത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം പ്രാപ്തനായി തീരുക എന്നുള്ളതാണല്ലോ വിദ്യാഭ്യാസം കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ യഥാർത്ഥമായിട്ടൊരു രാജകുമാരനായി വേണ്ട എല്ലാ വിദ്യാഭ്യാസവും നേടി. അതോടൊപ്പം തന്നെ സ്വന്തം ജനതയിൽ അമ്മയിൽ നിന്ന് പകർന്നു കിട്ടിയതായ പാസ്റ്റർ നേരത്തെ പ്രതിപാദിച്ചതുപോലെയായ ഒരു യഹൂദ ജീവിതം, യഹൂദ മത അനുഷ്ഠാനങ്ങൾ എന്തൊക്കെയാണ് എന്നും അറിയുവാനും ഇടയായി. അതുകൊണ്ടാണ് മോശ പ്രതിപാദിക്കുന്നത് പിന്നീട് എൻ്റെ ജനത്തിന് വേണ്ടി കഷ്ടം സഹിക്കുന്ന ഫറവോൻ്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നതിനേക്കാൾ ഉപരിയായിട്ട് എൻ്റെ ജനത്തിന് വേണ്ടി കഷ്ടം സഹിക്കുവാൻ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നു എന്ന് പറയുവാൻ കാരണമുണ്ടായത് തൻ്റെ ചെറുപ്രായത്തിൽ 12 വയസ്സ് വരെയുള്ള അമ്മയോടൊപ്പമുള്ളതായ അവസ്ഥയിൽ താൻ ആരാകുന്നു എന്ന് യഥാർത്ഥമായി മാതാവ് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നതായ ആ വലിയ സത്യമാണ്. ഇപ്പോൾ മോശയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവ് അതെന്താണ്? മോശയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവെന്ന് പറയുന്നത് നമ്മൾ കാണുന്നത് ഫറവോ ഒരിക്കൽ മോശ ഇങ്ങനെ നടന്നു പോകുന്നതായ സമയത്ത് 2 വ്യക്തികൾ തമ്മിൽ വഴക്കു പിടിക്കുന്നത്, അല്ലെങ്കിൽ അവർ സംവാദത്തിൽ ഏർപ്പെടുകയും അവർ ഒരുവനെ മർദ്ദിക്കുന്നതായിട്ട് കാണുവാൻ സാധ്യമാണ്. അപ്പോൾ അദ്ദേഹം നോക്കിയപ്പോഴത്തേനാണ് ആരാണ് ഒരു എബ്രായനെ അഥവാ ഒരു യഹൂദനെ ഒരു മിശ്രമിയൻ കൊല്ലുന്നതായി തമ്മിൽ വഴക്കുപിടിക്കുന്നതായിട്ട് കാണുവാൻ സാധ്യമാകും. അപ്പോൾ മോശ എന്ത് ചെയ്ത് ഓടിച്ചെന്ന് അവരെ ശാസിക്കുകയും ഒരുവനെ അടിച്ച്, ഒരു മിശ്രമിയനെയാണ് അടിച്ചത്, അവൻ മരണപ്പെടുകയും ചെയ്തു. അത് കണ്ടപ്പോൾ മോശയ്ക്ക് പ്രയാസം തോന്നി. എന്നാൽ പിന്നീട് അത് മറ്റൊരു ദിവസം വീണ്ടും ഇതുപോലെ ഒരു സംഭവവികാസം ഉണ്ടായപ്പോൾ ചോദിച്ചു, നീ കഴിഞ്ഞ സമയത്ത് ഒരാളെ കൊന്നത്, അവനെ മണലിൽ കുഴിച്ചിട്ടതൊക്കെ ഞങ്ങൾ കണ്ടത്, അതുപോലെ നീ പ്രവർത്തിക്കാൻ? 2 എബ്രായ പുരുഷന്മാർ അവർ വഴക്കുണ്ടാക്കുമ്പോൾ അവിടെ ചെന്ന് നിങ്ങൾ വഴക്കിടുന്നതിനകത്തിനാ എന്നൊന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ്, നിങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ചെയ്തതല്ല, കഴിഞ്ഞ നാളിൽ ചെയ്തതുപോലെയുള്ളൊരവസ്ഥ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യാനാണോ എന്ന് ചോദിച്ചപ്പോഴാണ് മോശ അവിടുന്ന് ഓടിപ്പോകേണ്ടതായിട്ട് വന്നത്. അപ്പം ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാൻ പറ്റും പാസ്റ്റർ? ഈ ഒരു സംഭവത്തിന് ശേഷം മോശ അവിടെ നിന്ന് ഓടിപ്പോകുന്നു, അല്ലെങ്കിൽ ഫറവോൻ മോശയെ കൊല്ലുവാൻ തീരുമാനമെടുക്കുന്നു. അങ്ങനെ മോശ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. അങ്ങനെ മോശ ശരിക്കും ഇവിടെ മോശയുടെ ആ ഒരു സ്വഭാവത്തെ ദൈവം രൂപീകരിക്കുന്നതിന് വേണ്ടിയാണ് മോശ അവിടെ നിന്നും ആട്ടിടയനായി തീരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അത് പിൽക്കാലത്ത് മോശയുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവ്. അവിടെ നിന്നും മിഥ്യാൻ ദേശത്തേക്ക് ഓടിപ്പോകുന്നതായിട്ട് നമുക്ക് കാണുന്നു. നല്ലൊരു ചർച്ചയായിരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പാസ്റ്റർ രാജു ജോസഫ് പ്രാർത്ഥിക്കുക. സ്നേഹവാനും പരിശുദ്ധനുമാകുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്നത്തെ ഈ പാഠപഠനത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നതിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾ തുടർന്നും കർത്താവിൻ്റെ കരങ്ങളിൽ ഇരിക്കുമ്പോൾ കർത്താവെ അനേകർക്കത് അനുഗ്രഹമായി മാറുവാൻ ദൈവമിടയാക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. സകല യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇത്രയും നേരം സ്റ്റുഡിയോയിൽ കടന്നു വന്ന് വളരെ നല്ല കാര്യങ്ങൾ, മോശയുടെയും പുറപ്പാടിൻ്റെയും കാര്യങ്ങൾ പങ്കുവച്ച ദേവദാസന്മാർക്ക് നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. മാന്യപ്രേക്ഷകരെ, ഇത്രയും നേരം നാം നല്ലൊരു ചിന്ത നമുക്ക് പങ്കുവെക്കുവാനായിട്ട് സാധിച്ചു. ദൈവം നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നന്ദി, നമസ്കാരം.